ചായ കുടിച്ച് വർത്തമാനം അത് സാധനം പരിചയപ്പെടുത്തും. നമ്മുടെ ലാൽ മീഡിയയുടെ ഇങ്ങനെ വർഷങ്ങളായിട്ടുണ്ട്. 15 വർഷം ഇവിടെ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ഈ 15 വർഷം. അല്ല സൈജറിനോട് 15 വർഷം. സൗണ്ട് ഫുട്ടേജ് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സൗണ്ടിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ബേസിക്കലി നമുക്കൊരു എങ്ങനെയായി പ്രോസസ്സ് നടക്കുക, ഇപ്പോൾ സിനിമയിൽ സൗണ്ടിന്റെ ഡിസൈനിങ്, മിക്സിങ്, ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് സാധനം കാണുക, ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ എനിക്കില്ല. അപ്പോൾ പ്രേക്ഷകർക്കും അത് കിട്ടിയാൽ നല്ലതായിരിക്കും. ഈ സൗണ്ട് ഡിസൈനിങ്ങിന്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇൻട്രോ പോലെ പറഞ്ഞാൽ എങ്ങനെയാണ്, എവിടെയാണ് അതിന്റെ തുടക്കം, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുക, അങ്ങനെ ചുമ്മാ ഒരു അല്ലെ ഒരു പ്ലെയിൻ വിഷ്വലല്ല നിങ്ങൾ ബാക്കി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളൂ. സിനിമയില് ടൈറ്റിൽ എഴുതി കഴിയുമ്പോ എഫക്ട്സ് ഒരു ടൈറ്റിൽ കാർഡാണ്. അത് തന്നെയല്ലേ ഇപ്പൊ ശരിക്കും സൗണ്ട് മിക്സിംഗ് സൗണ്ട് ഡിസൈനും സൗണ്ട് മിക്സും എല്ലാം കൂടെ പണ്ടത്തെ എഫക്ട്സ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ ഉള്ളതാണ് മിക്സിംഗ് എന്ന് പറയുന്ന പോർഷൻ. നമുക്ക് ആക്ച്വലി എല്ലാ പടവും കിട്ടുന്നത് ഫുട്ടേജാണ് ഫസ്റ്റ് വരിക. ഫുട്ടേജ് പ്ലേറ്റ് ഫുട്ടേജാണ് വരിക. അതൊന്നും ഉണ്ടാവില്ല, പൈലറ്റ് സൗണ്ട് മാത്രമായിരിക്കും. പിന്നീട് ഡബ് ഓർ ചെയ്യുക, അത് സെറ്റ് ചെയ്യുക, അതിനകത്ത് ഡയലോഗ്സിൻ്റെ ടോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ചില സിനിമകളിൽ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്ക്രിപ്റ്റിംഗ് തൊട്ട് സൗണ്ട് സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന സിനിമകളുണ്ട്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡബിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് അത് നമുക്ക് വേറെ കവറപ്പ് ചെയ്യും. യൂഷ്വലി ഇമോഷൻസ് സാധനങ്ങൾ കൺവേ ചെയ്യുന്ന പാർട്ടാണ് മ്യൂസിക്കാണുള്ളത്. നമുക്ക് ഉള്ള ആക്ടിവിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് യൂഷ്വലി. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ BGM ഇല്ലാത്തത് കൊണ്ട് മ്യൂസിക് ഇല്ല, ഇത് തന്നെയാണ് ഇമോഷനും പടത്തിന്റെ. അപ്പം ഈ സൗണ്ടിൽ നിന്ന് വേണം ഇതിന്റെ ഇമോഷൻ കിട്ടാനും എന്താണ് സിറ്റുവേഷൻ കിട്ടാനും. ബേസിക്കലി ആ വേൾഡ് സെറ്റ് ചെയ്യുക. ഇതിനകത്ത് ഡയലോഗ്സും സൗണ്ട് ഡിസൈനിന്റെ പാർട്ടാണ്. പിന്നെ അതിനകത്ത് നമ്മുടെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എടുക്കുന്നത് ഇതാണ് സീൻ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഈ ആംബിയൻസസ് ഉണ്ടാവും. അതൊരു ലെയർ ആയിരിക്കും. ഈ കിളികളുടെ ഈ ദൂരെ നിന്ന് കേൾക്കുന്ന അനൗൺസ്മെന്റ് പോലത്തെ അതൊരു ആംബിയൻസ് ലെയർ ആയിരിക്കും. ഗ്ലാസ് എടുത്ത് വെക്കുന്നത് അത് ഫോളിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടും. അപ്പം അങ്ങനത്തെ ഇതെല്ലാം കൂടെ കൺസിസ്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സാണ് സൗണ്ട് ഡിസൈൻ. ഏതാ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ നമ്മളിപ്പോ ഡബിങ് ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി ഡബിങ് ആണ്. ഡബ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഒരു ഫുട്ടേജ് നമ്മൾ കിട്ടി കഴിഞ്ഞിട്ട് ഡയറക്ടറും കൂടി ഡയറക്ടറിന്റെ ഒരു വിഷൻ, പുള്ളിക്ക് എന്താ വേണ്ടെന്നുള്ള സാധനം ഒന്ന് മനസ്സിലാക്കിയെടുത്ത ശേഷം പിന്നീട് നമ്മളതിന് ഫോളി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് കൊടുക്കുക. അതായത് ലൈവായിട്ടുള്ള ആക്ഷൻസ്, ഫുഡ് സ്റ്റെപ്സ്, ടാപ്സ്, ബോഡി ടാപ്സ്, പിന്നെ ഈ പറയുന്ന പോലെ ഒബ്ജക്ട്സ് ഒക്കെ എടുത്ത് ആ ഒരു കാറ്റഗറിയാണ് ഫോളി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. പാരലി തന്നെ സൗണ്ട് എഡിറ്റ് പറഞ്ഞാൽ ഈ സൗണ്ട് എഫക്ട്സ് നേരത്തെ പറഞ്ഞ എഫക്ട്സ് അവര് പണ്ട് അതോടുകൂടി അതിൽ ലിമിറ്റഡ് ആയിരുന്നു. കാരണം നമുക്കുണ്ടായിരുന്ന ബാൻഡ് വിഡ്ത്ത് ലിമിറ്റഡ് ആയിരുന്നതുകൊണ്ട്, ഫിലിം ഇതായിരുന്നത് കൊണ്ടും നമുക്ക് പ്രോസസ്സ് ഭയങ്കര ടീഡിയസ് ആയിരുന്നു എല്ലാം. അതുകൊണ്ട് തന്നെ അവിടെ അതോടെ തീരുമായിരുന്നു. ഇപ്പം ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടും കൂടെ നമുക്ക് അതിന് മേലെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ് തന്നെയാണ് ബേസിക്കലി സൗണ്ട് ഡിസൈനും സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. എന്താണ് ഇമോഷൻസ് അല്ലെങ്കിൽ ആ കഥ വരാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു വേൾഡ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ചില സാധനങ്ങൾക്ക് ഇമ്പാക്റ്റ് കൊടുക്കുക, മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ സൈഡിൽ ഇപ്പോൾ ഒരു ഗൺഷോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറി. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സൗണ്ട് കൊടുക്കുന്ന പോലെ തന്നെ സൗണ്ട് ഇല്ലാതെ, അതായത് ഇപ്പം അത് നമുക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. നമുക്ക് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റ്. ഇപ്പം എനിക്ക് ശരിക്കും ഞാനത് സൗണ്ട് ഡിസൈനിൽ കുറെ കേട്ടിട്ടുണ്ട്, പല സിനിമയിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായൊരു എനിക്കെന്റെ മോൻ ജനിച്ചിട്ട് ഫസ്റ്റ് ഞാൻ ഉള്ളിൽ ഫുൾ എവർത്തിണ്ട് അത് എന്റെയിലേക്ക് തന്നു കഴിയുമ്പം ലിറ്ററലി മറ്റേ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം കട്ടായി, കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. എന്റെ ആ ഒരു ബ്രത്ത് മാത്രമായിരുന്നു കോൺസെൻട്രേഷൻ. അതാണ് സൗണ്ട് ഡിസൈൻ ബേസിക്കലി. അവിടെയാണ് അവിടെ ആ ഒരു ഇമോഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഏതിന് എവിടെ ഫോക്കസ് കൊടുക്കുക
എന്നുള്ളത് അതിനുശേഷം ഈ ഒരു എൻ്റെ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമ്മുടെ മിക്സിങ് സൗണ്ട് മിക്സിങ് പ്രോസസ്സിലേക്ക് കയറും. ബാക്കി ചേട്ടൻ എക്സ്പെക്ട് ചെയ്തു. അവൻ ഞാൻ കണ്ടിട്ടുണ്ട് ആൾ ഓൾറെഡി സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരാളെ കൂടെ വർക്ക് ചെയ്യുന്നത് ഈസിയാണോ അതോ ബുദ്ധിമുട്ടാണോ? ഡെഫിനറ്റ്ലി ഈസിയാണ്. കാരണം ഞാൻ പറയുന്നത് എൻ്റെ പല മിഷൻസും പുള്ളിക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പം 3ാമത്തെ 4ാമത്തെ സിനിമ ആണ്. ഞാൻ വേറെ മിക്സിംഗ് ഇത്രയും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ സൈറ്റും ചെയ്യാറില്ലേ സൗണ്ട് ഡിസൈനിങ്ങിൽ? അതേ ഞാൻ ചോദിച്ചത്. സൗണ്ട് ഡിസൈനല്ല, ഞാൻ റെഫറൻസുമായി സൗണ്ട് റെഫറൻസ് അത് ഡയറക്ടറുടെ വിഷൻ കുറെ കൂടെ ക്ലിയർ ആക്കി. എനിക്ക് വർത്താനം പറയുന്നതിലും ഇങ്ങനെ വേണമെന്ന് പറയുന്നതിലും ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ പെട്ടെന്ന് മൂപ്പർക്ക് അതിന്റെ ടോണും ഇതിന്റെ ഐഡിയയും പിടികിട്ടും. നിങ്ങൾക്ക് സൗണ്ടിനെ കുറിച്ച് ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളല്ലേ, അപ്പോ ഇതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറേ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ അതെങ്ങനെയാ? എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശരിക്കും ഞാൻ എന്റെ മനസ്സിലാകുന്നുണ്ടായിരുന്നത് സ്കോറ് മ്യൂസിക് ഡയറക്ടറിനെ കൊണ്ടാണ് ചെയ്യിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടല്ല, അല്ലാണ്ട് അറ്റ്മോസ്ഫിയർ ഇപ്പൊ നെക്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി. അപ്പം എന്താണ് നമുക്ക് ഞാൻ നോക്കിയ ആൾക്കാരൊന്നും ഈ സിനിമയുടെ ആ സമയത്ത് ഫ്രീ ആയിരുന്നില്ല. അപ്പം നിക്സൺ അത് ഞാൻ ഏൽപ്പിച്ചു. നിക്സൺ അത് വർക്കിക്കൊണ്ടിരിക്കുകയാണ്. Okay, as we keep searching, അതാണ് ഇതിന്റെ ഒരു സോങ് ഇതില് 8 സോങ് നമ്മള് സാറിന് നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു എന്താണ് ആ ഒരു ഐഡിയ നമ്മളിവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുകയാണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് പുതിയ പാട്ടുണ്ടാക്കാതെ എനിക്ക് ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ ഞാൻ ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പിന്നീട് ചോദിച്ചു, എനിക്ക് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ അത്. അപ്പൊ അവരടുത്ത് സംസാരിച്ച് അവർക്ക് ഓക്കെ വന്ന് കിട്ടിയതാണ്. അവരുടെ റെസ്പോൺസ് ഉണ്ടായിരുന്നു. അവർക്ക് അതൊന്നും ആദ്യം മനസ്സിലായില്ല. മലയാള സിനിമ അവർ ഗോവയുള്ള ഫാനാണ്. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണ് അവർക്ക് സിനിമയെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തവർ, കംപ്ലീറ്റ്ലി മറ്റേ റോക്ക് അങ്ങനത്തെ വേറെ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർ കുറച്ച് ഇമെയിലൊക്കെ അയച്ച് വിനീഷിനൊക്കെ അറിയാം. നമ്മള് മാസങ്ങളോളം എടുത്ത് വർത്താനം പറഞ്ഞിട്ടാണ് അതൊരു അവസാനം. പിന്നെ നമ്മൾ സെറ്റിൽ വന്നു, കണ്ടു, സംസാരിച്ചു, അവർക്ക് ഇഷ്ടമായി നമ്മുടെ പരിപാടി. അങ്ങനെ നമുക്ക് സന്തോഷമായിട്ട് ഒരു പാട്ടിൽ തരുന്നത്. അവരുണ്ടല്ലോ നമ്മുടെ പടത്തിലുണ്ടല്ലോ, ഒരു ഷോട്ടിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഫുള്ള് ചിമ്മിനി ഫോറസ്റ്റ് ആണ്. നിങ്ങൾ അവിടെ പോയി വിസിറ്റ് ചെയ്ത് ആ സ്പേസിലെ സൗണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്. ഇതിന് നമ്മൾ വേറെ ലൊക്കേഷൻസ് ആണ് പിടിച്ചത്. വേറെ പല ഫോറസ്റ്റുകൾ 2-3 സ്ഥലങ്ങൾ അങ്ങോട്ട് ഇടുക്കിയിലും ഒക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് ലാൻഡ്സ്കേപ്പാണ്. കാരണം ഇതിനെ ഷൂട്ട് ചെയ്ത് ഈ പടത്തിന് ഷൂട്ട് ചെയ്ത ഒരു കാട്ടിൽ തന്നെയാണ് ശരിയാണ്. പക്ഷെ ഇതിനകത്ത് വേണ്ട നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു വേറൊരു ടൈപ്പ്. കാരണം അവിടുത്തെ റെക്കോർഡിങ് മാത്രമായിട്ട് ഇപ്പോഴും നമ്മൾ തമ്മിലുള്ള സാധനം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അതിലാണ്. ആ ഒരു നാച്ചുറൽ സൗണ്ട്സ് മാത്രം അല്ല, അത് മാത്രം പോരാ. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനും നമുക്ക് ആ ഒരു ഇതിൽ സപ്പോർട്ട് മാത്രം പോരാ. അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അത് ജസ്റ്റ് ഒരു ബേസിക് ഒരു ലെയർ മാത്രമായിരിക്കും വരിക. അതിൻ്റെ മുകളിലേക്ക് ഒരുപാട് സാധനങ്ങൾ ആടാകുമ്പോഴാണ് നമുക്ക് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തുക. നിങ്ങള് സിനിമയുടെ ഒന്ന് ചോദിക്കാൻ പറയായിരുന്നു, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയി. ഇപ്പോൾ മിക്സിന് അറേഞ്ച് ചെയ്ത ട്രാക്സുകളെല്ലാം ഇപ്പോൾ ഡയലോഗ് ഉണ്ടാവും, എഫക്ട്സ് ഉണ്ടാവും. ഇപ്പം പർട്ടിക്കുലർ ഈ ഫിലിമിൽ മാത്രം മ്യൂസിക് ഇല്ല, സോങ്സ് ആണ് അതിന് പകരം. അപ്പോൾ എനിക്ക് മിക്സിങ്ങിൽ പല പല സ്റ്റേജസ് ഉണ്ട്. അതിന് ആദ്യമേ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അറേഞ്ച്മെൻറ്റ്സിൽ കൂടുതലും ഇപ്പം നെക്സൺ ചെയ്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രീമിക്സ് സ്റ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫൈനൽ മിക്സ് സ്റ്റേജ് എന്നൊക്കെ വരുന്നത്. അപ്പം ആദ്യമേ പ്രീമിക്സ് സ്റ്റേജിൽ ഡയലോഗ് ആദ്യമേ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അതിൻ്റെ ഡയലോഗ് എടുത്തിട്ട് ആ ഡയലോഗിൻ്റെ ടോൺ സെറ്റ് ചെയ്യുക നമ്മൾ. അതായത് ഇപ്പോൾ ഈ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഫുട്ടേജ് ആണ്, പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഒരു ഫുട്ടേജ് സാധാരണ സിനിമയിലൊക്കെ കാണുമ്പോഴത്തേക്കും ഫുട്ടേജ് ഒരു ടി വിയുടെ സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ടി വിയുടെ ടോണൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ടോണുകൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുകളാണ് പ്രീമിക്സ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീമിക്സ് സ്റ്റേജിൽ നിങ്ങൾ ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്കും മൈക്കിൽ കൂടി ജസ്റ്റ് ഡബ് ചെയ്ത് റോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ
ഒരു റൂമിന്റെ ആ ഒരു ഫീൽ കൊടുക്കുക, ഒരു റിവർബ് കൊടുക്കുക, അതിന്റെ ടോൺ ഇപ്പോൾ ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പെർസ്പെക്റ്റീവ് കൊടുക്കുക. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് പ്രീവിയസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ഓരോ ക്യാരക്ടേഴ്സ് ഇൻഡിവിജ്വലായിട്ട് അത് സെറ്റ് ചെയ്യും. അത് അതിൽ ഓരോ ടോൺ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എനിക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിന്റെ ഈക്വലൈസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിന്റെ ഡൈനാമിക്സ് കൊടുക്കണം, അതിന്റെ റിവേർബ്സ് സെറ്റ് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. കുറച്ച് കാണാമോ? ജസ്റ്റ് ബ്രീഫായിട്ട് ഞാനത് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഈച്ച് ആൻഡ് എവറി ഡയലോഗ്സ് ഫുൾ ഫിലിം കഴിഞ്ഞിട്ടാണ് അടുത്ത പ്രോസസ്സിൽ ഇപ്പം പറഞ്ഞ ഫോളിങ് മൂവ്മെന്റ്സ് വരുന്ന എഫക്ട്സുകളാണ് നമ്മൾ ഡയലോഗിന്റെ കൂടെ അത് കേട്ടിട്ട് ഇപ്പോൾ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്തോ അതേ ഒരു ടോണിൽ അയാൾ മാച്ച് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫോളി എഫക്ട്സുകളും ഇപ്പൊ അയാൾ മൂവ് ചെയ്ത സംഭവങ്ങളും അയാളിപ്പോ ഒരു ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് സൈഡിലോട്ട് മൂവ് ചെയ്ത് അപ്പോൾ ഒരു പാനിങ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫുഡ് സ്റ്റെപ്പ് ആണ് ഇങ്ങനെ നടന്നു പോകണം. അപ്പം ക്യാരക്ടറിന്റെ കൂടെ നമ്മൾ അതിന്റെ പാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ലെവലും ഉണ്ട്, അതിനകത്ത് പാനറുണ്ട്, ഒരു അതൊക്കെ നമുക്കിപ്പോൾ കാണിച്ചിട്ടാണ് പാനിങ്. അപ്പൊ അത് മൂവ്മെന്റ്സ് ഇപ്പൊ ഫോളി ആക്ടിവിറ്റീസ് എല്ലാം ക്യാരക്ടേഴ്സിന്റെ കൂടെ ആയിരിക്കും നമ്മൾ കൂടുതലും പ്ലേസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേജാണ് സൗണ്ട് എഫക്ട്സുകൾ വരുന്നത്. സൗണ്ട് എഫക്ട്സ് വരുന്നത് ആദ്യമേ ഒരു കാറ്റഗറൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ആംബിയൻസസ്, പിന്നെ വണ്ടി പോകുന്ന സൗണ്ടുകൾ, അങ്ങനത്തെ എല്ലാം നമ്മൾ അതിൻ്റെതായ ബാലൻസും ഇപ്പോൾ പാനിങ്, ഇപ്പോൾ അറ്റ്മോസിൻ്റെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ നമുക്കിപ്പോൾ. റെയിൻ, ഈ സിനിമയിൽ ഒരുപാട് റെയിൻ സീക്വൻസ് ഉണ്ട്, ജംഗിൾ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫുൾ ഒരു ആ ഇമേഴ്സീവ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സറൗണ്ടിലും ടോപ്പ് സ്പീക്കേഴ്സിലും ഓവർ ഹെഡിലും എല്ലാം നമ്മളത് പ്ലേസ് ചെയ്യണം നമുക്ക്. എന്നാലും നമ്മളാ പ്രേക്ഷകരെ ആ ഒരു അങ്ങനെ ഒരു ബാലൻസ് ചെയ്ത് നമ്മൾ ആ ഒരു സറൗണ്ടിൽ അത് കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പം ഇതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാം കൂടി കമ്പൈൻ ചെയ്യും. പിന്നെ ഡയലോഗും ഫോളി എഫക്ട്സ്, ആംബിയൻസ്, ബാക്കി എഫക്ട്സുകൾ കൂടാതെ ഈ ഫിലിമിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസൈൻ പാർട്ടുകളുണ്ട്. കുറേ ഇമോഷൻസിന് വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ, പറഞ്ഞ പോലെ മ്യൂസിക്കിന് പകരം ചെയ്ത കുറേ ആക്ടിവിറ്റീസൊക്കെ ഒരു കുറേ സൗണ്ട് എഫക്ട്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പർലി ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ ആ ഒരു ഷോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു സീനിന് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടത്, അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തന്നെ സൗണ്ട് വിഷ്വൽ ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. ഡയലോഗാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഡയലോഗ്, അതിൻ്റെ താഴെ ഫോളി, അതിൻ്റെ താഴെ ആംബിയൻസസ്, അങ്ങനെ ഓരോരുത്തരും ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മുടെ ഈ ബാലൻസ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഓരോ സീനും സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് വേറെ ഡബിലേക്ക് പോകില്ലേ, ഇപ്പൊ ഹിന്ദി ഡബ് അല്ലെങ്കിൽ തമിഴ്, അപ്പം അത് നമ്മൾ ഡയലോഗ് മാത്രമേ റീപ്ലേസ് ചെയ്യുന്നുള്ളൂ, ബാക്കി എഫക്ട്സുകളെല്ലാം തന്നെ സെയിം നമ്മൾ യൂസ് ചെയ്യും. ഡയലോഗ് നമ്മൾ ഇതുപോലെ തന്നെ വേറെ ക്യാരക്ടർ, വേറെ ലാംഗ്വേജ് ലെവൽ ചെയ്യേണ്ടത് വരുന്നത് ഡയലോഗ്സ് മാത്രം. നമ്മൾ ഈ മലയാളം ഡബ് നമ്മൾ പ്രോസസ് ചെയ്ത ആ ഒരു സ്റ്റേജിൽ എടുത്തത് അത് മറ്റു ലാംഗ്വേജസും അതുപോലെ തന്നെ ചെയ്തിട്ട് ഇതുമായിട്ട് മെർജ് ചെയ്തെടുത്താണ്. അതിന് ഒരുപാട് വർക്ക് വരും. അത് ഒരുപാട് വർക്കില്ല, ഡയലോഗിന്റെ ആ ഒരു പാർട്ട് മാത്രം മെയിനായിട്ട് നോക്കിയാൽ അല്ല, ഈ റിലീസിനോട് അടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ എങ്ങനെയാ? ഇതുപോലെ ലൈക്ക് എത്ര അല്ല, അനീഷാണോ വിളിക്കണത്? അനീഷിനോട് എനിക്ക് പറയാനില്ല, എനിക്ക് അധികം സമയം എടുക്കില്ല. ചേച്ചിയുടെ ഡബിങ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുട്ടേജ് ഡബിങ് ആണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. ഇതുവരെ കൊടുക്കാത്തൊരു ഡബിങ് ട്രാക്കാണ് ഇതിന്റെ കൊടുത്തിരിക്കുന്നത്. തിയേറ്ററിലെ നിങ്ങൾക്കോ? ഇതിൽ ഞാനല്ലായിരുന്നു ഡബിങ്. വിശാഖ് റെഫറൻസ് ഡബ് ഞാൻ തന്നിരുന്നു, അത് നിങ്ങൾ അല്ല, മിക്കവാറും ഷൂട്ടിന് തലേന്ന് ഒരു ഡബ് ചെയ്യേണ്ടി വരും. ഡബ് തീർന്നു എന്നാലാണ് കേട്ടു. ഇതെല്ലാം ബാംഗ്ലൂർ ചെറിയ ഒരു ബ്രത്ത് അടിപൊളിയായി.
ഓക്കെ, ഡയറക്ടർ എങ്ങനെയായിരുന്നു? ലൈക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ ഒരു കാര്യത്തിലൊക്കെ? ലൈക്ക് ദ്രോഹി കേട്ടോ, ആഗ്രഹ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സൗണ്ടിന്റെ മുകളിൽ ഒരു കടമ്പെടുത്തത് വലിയ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ഡബിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഇത് ഫൗണ്ട് ഫുട്ടേജ് ചുമ്മായിരുന്നുണ്ട് കുറേ സീൻസൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സീനാണെങ്കിൽ ഇപ്പോൾ ഗായത്രിയാണ് അപ്പുറത്ത്, എൻ്റെ വിഷ്വൽ ഇല്ലല്ലോ, നമുക്ക് ഫേസ് ഇല്ലാണ്ട് കുറെ കാര്യങ്ങൾ ചുമ്മാ കൈന്നിടാനും പിന്നെ ആ സീനിലുള്ള എന്തെങ്കിലും ബെറ്റർ ആക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ നിന്നിട്ട് സ്റ്റോറി ടെല്ലിംഗ് അങ്ങനത്തെ കുറേ ഒരു ലെയറും കൂടെ കൊണ്ടുവരാൻ പറ്റും. അത് ആദ്യമായിട്ടാണ് ഈ പടത്തിൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മള് ഡബിൾ വേറൊരു സ്ക്രിപ്റ്റ്. സിനോയി ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി കഴിഞ്ഞ ദിവസം കാണിച്ചത്. സാധാരണ ഒരു പിക്ചറിലുള്ള ഒരാള് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്ക്രീനിൽ നിന്നാണ് അതിന്റെ ആ സൗണ്ട് കേൾക്കുക. നമ്മുടെ ഒരാൾ എപ്പോഴും ക്യാമറയുടെ പുറകിലാണല്ലോ. മൂപ്പര് അത് സെറ്റ് ചെയ്തിട്ടുള്ള ഭയങ്കര രസമായിട്ട് അത് അവിടെ നമുക്ക് കാണാം. വേണമെങ്കിൽ പറയാൻ ഇതിൽ എന്തൊക്കെയോ പറഞ്ഞത് എന്തായിരുന്നു 3D അത് ശരിക്കും കാണിക്കാം. അല്ല അതൊന്നും പറഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മള് നേരത്തെ എനിക്ക് ഇംഗ്ലീഷ് സിനിമ നേരത്തെ ഞാൻ ലാംഗ്വേജ് വേർഷൻസ് ഒക്കെ ഇങ്ങനെ ഇപ്പം മറ്റേ സ്പൈഡർമാൻ അങ്ങനെ പോലത്തെ യൂണിവേഴ്സൽ പിക്ചേഴ്സിൻ്റെയും സോണി പിക്ചേഴ്സിൻ്റെ ഒക്കെ ഫിലിംസ് ഞങ്ങൾക്ക് ഞാൻ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ നമ്മുടെ മിക്സിംഗിന് വേണ്ടി ബോംബെ ആളെ ഇറങ്ങി. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് ഇവിടെ തന്നെ ഇടയ്ക്ക് ഡിസ്നിയിൽ നിന്നൊക്കെ ആൾ വന്ന് ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം 3D ഫിലിംസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫുൾ സ്ക്രീനിൽ വെക്കാതെ കുറച്ച് പെർസ്പെക്റ്റീവ് നമ്മൾ സ്ക്രീനിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് എടുത്തിട്ടാണ് ആ ഡയലോഗ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. കുറച്ച് മൊത്തം ഡയലോഗ്സ് അല്ല, ഒരു പർട്ടിക്കുലർ നമുക്ക് അങ്ങനെ വേണമെന്ന് തോന്നുന്നു, ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് തോന്നുന്ന ഡയലോഗ്സോ അല്ലെന്നുണ്ടെങ്കിൽ എഫക്ട്സുകളൊക്കെ അങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ടൊരു ഇതുണ്ട്, അതുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതി എന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് കുറേ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്യാമറയ്ക്ക് ബിഹൈൻഡ് ആയിട്ടുള്ള ഡയലോഗ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഞാനിപ്പോൾ ഇതിനകത്ത് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഒരു ക്യാമറ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ക്യാമറയുടെ ബിഹൈൻഡിൽ വരുന്ന ഡയലോഗ്സ് എല്ലാം കുറച്ച് പെർസ്പെക്റ്റീവ് സറൗണ്ടിൽ നിന്നാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുറകിൽ നമ്മൾ ക്യാമറ ആണെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് ശരിക്കും ക്യാമറയാണല്ലോ നമ്മൾ കാണുന്നത്, ക്യാമറയിൽ കൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ക്യാമറയുടെ പുറകിൽ നിന്ന് ഒരാൾ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യുമോ ആ ഒരു ഫീൽ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിൽ ആക്ട് ചെയ്യുന്ന ആൾ അത് ഫ്രണ്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ആള് മൂവ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് ക്യാമറ പിടിക്കുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെന്റ് കൊടുത്തിട്ട് അയാൾ പുറകിലാവും, ആള് ഫ്രണ്ടിലാവും, അങ്ങനെ ഒരു രീതിയിലാണ്. അതെനിക്ക് വേറെ അല്ലേ അധികം വരാത്തൊരു അല്ലേ. ഈ ചില ഓഡിയോസ് ഒക്കെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാറില്ലേ, കണ്ണടച്ചിട്ട് ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. യെസ്, പക്ഷെ അതെ ആ ഒരു സൗണ്ട് സിസ്റ്റം ഉണ്ട് തിയേറ്റേഴ്സിൽ കണ്ടാൽ ആയിരിക്കും ഇതിന്റെ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കാണുമ്പോഴാണ് കിട്ടുക. അല്ല ഇതില് ഇപ്പോ ഏത് ഇപ്പൊ ഫുട്ടേജ് ആ ഷോണർ ആയാലും ലൈക്ക് ഇപ്പൊ സൗണ്ട് കാര്യം പറഞ്ഞാൽ എല്ലാത്തിലും ഒരു എക്സ്പെരിമെന്റ്സ് ഉണ്ട്, എല്ലാം എക്സ്പെരിമെന്റ് ആണ്. പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള ഈ കാട്ടിനകത്ത് ഇത്രയും ദിവസം അത് കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇന്ത്യൻ ഫോറസ്റ്റ് അല്ല, നമ്മൾ അത്രയും ഡീപ്പ് ഇൻസൈഡ് പോയി അവിടെ പാമ്പുണ്ട്. ലൈക്ക് ചെന്ന ദിവസം തന്നെ നമ്മൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ തന്നെ അവിടെ നിന്ന് 3-4 പാമ്പിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി അപ്പുറത്ത് എത്തിയിട്ട് നമ്മളവിടെ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ലൈക്ക് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ലൈക്ക് മഞ്ജുകാരിയാണ് അല്ലേ? അതാ അപ്പൊ ഇത്രയൊരു റിസ്ക് എടുത്ത് ലൈക്ക് അവിടെ പോയി ഹൗ വാസ് ഇറ്റ്? ഇല്ല, അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എവിടെ ചവിട്ടിയാലാണ് നമുക്ക് കടി കിട്ടുക കൊത്ത് കിട്ടുക എന്നിങ്ങനെ പേടിച്ച് ഇങ്ങനെ. പക്ഷെ എന്നാൽ അതിൻ്റെ ഇടയിൽ സീനും നമുക്ക് മനസ്സിലാക്കണം, അത് എല്ലാം പറഞ്ഞ പോലെ തന്നെ നമുക്കത് പെർഫോം ചെയ്യണം, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ അവിടെ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ടായിരുന്നു, മറ്റേ സ്നേക്ക് കാച്ചേഴ്സ് തന്നെ. അപ്പൊ അവര് എവിടെയൊക്കെയാണ് പാമ്പ് ഇല്ലാതെ തൽക്കാലത്തേക്ക് സേഫ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളത് കാണിച്ചു തന്നിരുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത്
ആ സ്ഥലത്ത് തൽക്കാലം പാമ്പിനെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ധൈര്യം തരും. അപ്പൊ ഞങ്ങളൊരു ധൈര്യത്തിൽ ഇറങ്ങി ചെയ്യും. ശരിക്കും എന്താ സംഭവിക്കുന്നത്? രാജീവന്റെ അതിനെന്താ ചെയ്യണം? അപ്പൊ അതിനെ കൊണ്ട് മാറ്റി തിരിച്ചു പാമ്പിനെ കൊണ്ടുപോയിട്ട് നമ്മൾ അവരെ കൂടിൽ അടച്ചു വെക്കും. നമ്മൾ വൈകുന്നേരം പോയി കഴിയുമ്പോൾ തിരിച്ച് അവിടെ തന്നെ അത് അതങ്ങനെയാ. അതെവിടെയാണോ അല്ല അല്ല നമ്മള് മറ്റേ ബോട്ടിന്റെ ഷൂട്ട് ചെയ്യണ അവിടെ സമയത്ത് മരത്തിന്റെ മണ്ടയിൽ ഒരു പാമ്പിരിക്ക. അപ്പൊ പാമ്പിന് എല്ലാരും വന്ന് അയ്യോ പാമ്പിരിക്കണമെന്ന് വെച്ചു. മഞ്ചേച്ചി വന്നിട്ട് അതിന്റെ വായിലൊരു തവള ഇരിക്കണം. അയ്യോ ആ തവള ചത്ത് കാണോ. അതൊക്കെ അതൊരു ഇങ്ങനത്തെ ഒരു ഷൂട്ട് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ആയിരിക്കും ചിലപ്പോ സംഭവിക്കുക. അപ്പൊ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള എല്ലാ അഡ്വഞ്ചറോടും കൂടി അത് ആസ്വദിക്കുക. ഷെബുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കാട്ടില്ല? പുറത്തിറങ്ങിയിട്ടില്ല. എല്ലാവർക്കും മറ്റേ ബൂട്ട്സ് ഒക്കെ എനിക്കും ഞാനും ചെരുപ്പിട്ടടക്കുമ്പോ പോയി പോയിട്ട് ദിവസങ്ങളില് ഷെബുവിന് വയ്യായി. പുലർച്ചൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ പുറത്തിറങ്ങാൻ പറ്റില്ല. എന്റെ കണ്ട് ചീനിപ്പഴുത്തിരിക്കാണ്. ഞങ്ങളൊക്കെ തല്ലുവിടും. അല്ലെങ്കിൽ തന്നെ റൈറ്റർ ആവശ്യമില്ലല്ലോ. അതായിരുന്നു എന്റെ ഒരു എക്സ്പീരിയൻസ്. അല്ല എന്റെ കമ്പനി ആയിരുന്നു അറിയോ? നമുക്ക് ഈ വേർപ്പിന്റെ അസുഖങ്ങളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ബ്രോഡ് എക്സ്പീരിയൻസ്? നല്ലായിരുന്നു. ആക്ഷൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ നോർമലായിട്ട് നിൽക്കുന്ന നല്ലത്. കട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഭയങ്കര അഭിനയായിരുന്നു. തറയിലൊക്കെ ഉരുണ്ടെഴുന്നേറ്റ് ഈ പെർഫോം ചെയ്യുന്നവരെ നമുക്ക് വേറെ രീതിയില് നമുക്ക് അവരെ ഒരു കാര്യം അവര് പെർഫോം ചെയ്യുമ്പോഴും ഇത് കോൺഷ്യസ്നെസ് ഉണ്ടാവില്ല. എന്തായാലും പാമ്പുണ്ടാവും. അവരതും വെച്ചിട്ട് അഭിനയിക്കുന്നത് സമ്മതിക്കണം. അവരെ സമയത്ത് നമ്മള് ഓർത്ത നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ച് കട്ടായിട്ടിരിക്കുമല്ലോ. പക്ഷെ കട്ടുപിടിക്കുമ്പോ അപ്പൊ തന്നെ മറ്റേ അത് ഓർക്കാണ്ടിരിക്കാൻ മൾട്ടിപ്പിൾ ടാസ്ക് എല്ലാവർക്കും. നമുക്ക് മറ്റേ അഭിനയിക്കുന്നതിനോട് ക്യാമറ എടുക്കുക വേണം. ചേച്ചിക്ക് എല്ലാവർക്കും ഓരോ പല പണികൾ കൊടുക്കാനാണ്. അല്ല ഞങ്ങൾ ആദ്യം ലൊക്കേഷൻ നോക്കാൻ പോയപ്പോ ഇർഫാൻ ഫൈറ്റ് മാസ്റ്റർ ഇർഫാൻ കൂടെ വന്നിട്ട് അകത്ത് പോയി. കാട്ടിന്റെ എനിക്കറിയാൻ പാമ്പുണ്ടെന്ന്, മൂപ്പർക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നേരെ കാട്ടിന്റെ അതൊക്കെ പോയി നമ്മൾ ഇവിടെ ഇത് വെക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ഇടിക്കുന്നു, അങ്ങനെ തെറിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ് നടന്ന അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോ ഒരു സാധനം അവിടെ ഇത് കണ്ടത് ഫൈറ്റ് മാസ്റ്റർ. അയ്യോ നമ്മളിപ്പോ എങ്ങനെ തിരിച്ചു ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ തന്നെ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഗൈഡ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ മറ്റേ ആ ഒരു ഗസ്റ്റ് ഹൗസ് പോലത്തെ സ്ഥലം ചുമര് കാണാത്ത പോലെ പ്രാണികൾ അതേപോലെ ഹൊറർ ഫിലിമിലെ സീനായിരുന്നു. രാവിലെ വരുമ്പോ മറ്റേ ലൈറ്റ് ഒരു ചുമരില്ല, ബ്ലാക്ക് ആണ്, ഇങ്ങനെ അനങ്ങും ഫുൾ സാധനം. ഒരു സാധനം ആന കയറി വന്നൊരു പോവാം, നമുക്ക് നിങ്ങളുടെ കൊട്ടകയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. മിക്സ് ചെയ്യണ സ്ഥലം. ഓക്കെ, ട്രെയിലർ ഒന്ന് കണ്ടോ? കണ്ടോ?